മുൻ കൗൺസിലർ ആ പ്രദേശത്തെ ടിറ്റോ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടിറ്റോ, താങ്കൾ ഈ അകത്ത് മൃതദേഹങ്ങൾ നേരിട്ട് കണ്ട ആളാണോ? എന്താണ് സംശയിക്കുന്നത്? അകത്ത് പോലീസ് ഞാൻ വിളിച്ചപ്പോൾ അപ്പം പോലീസ് പറഞ്ഞ് അവര് വന്നിട്ടാ തുറക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തോട്ട് കയറില്ല, ഞങ്ങൾ വീടിന്റെ അകത്ത് നിൽക്കുകയാണ്. ഇപ്പം പോലീസ് വന്ന് ആ വീടിന്റെ ഭാഗം ബന്ധവസാക്കിയിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് സംശയങ്ങളുള്ളത്? സംശയിക്കുന്ന കുറവാണ് തന്നെ. രണ്ടുപേരുടെയും തലയും മുഖമൊക്കെ നമുക്ക് ആളെ തിരിച്ചറിയാൻ മേലാത്ത രീതിയിലാണ്. ഇപ്പൊ ഇതിനു മുൻപ് അവിടെ ഒരു ബംഗാളി ജോലി ചെയ്തിരുന്നു. ആ ബംഗാളി ഇദ്ദേഹത്തിന്റെ വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ചതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ല. അപ്പം ബംഗാളി ഉണ്ടായിരുന്നു, ബംഗാളി പറഞ്ഞു വിട്ടു, അത് പോലീസ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നു. നമുക്കത് കൂടുതൽ അറിയാൻ സാധിക്കത്തില്ല. ഇവർക്ക് എത്ര പ്രായം വരും ഏകദേശം മരണപ്പെട്ടവർക്ക്? ഒരു 20 വയസ്സിന് മേളിൽ വരും. അല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ പ്രായത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. അതാ പറഞ്ഞ കൊല്ലപ്പെട്ടവർക്ക് വിജയകുമാർ സാറിന് എത്ര വയസ്സാണ്? 70. ഓക്കെ. ഈ താങ്കൾ അതിനകത്ത് ഈ വീടിനകത്ത് കയറി കണ്ടപ്പോ എന്തെങ്കിലും മോഷണ ശ്രമം അതിനകത്ത് നടന്നതായിട്ട് താങ്കൾക്ക് തോന്നിയോ? ഇല്ല, പോലീസ് നോക്കിയിട്ട് പറഞ്ഞു മോഷണ ശ്രമം ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയുന്നു. സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കുന്ന സ്വർണ്ണം പിന്നെ ഒരുപാട് സംശയങ്ങൾ. കാരണം ഒരു മോഷണ ശ്രമത്തിന് ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു നീക്കമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ നിലവിൽ അവിടുത്തെ സീൻ നോക്കുമ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതോ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് സംശയിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ട്. കാരണം എന്ന് പറയപ്പെടുന്നു, നേരത്തെ ഒരു ബംഗാൾ സ്വദേശി അവിടെ ജോലിക്ക് നിന്നിരുന്നു. ആ സ്വദേശി ഒരു മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ഇവർ തന്നെ പറഞ്ഞു, കുടുംബങ്ങൾ തന്നെ പറഞ്ഞയച്ചിരുന്നു. ഇനി അതിൻ്റെ വൈരാഗ്യം വല്ലതും ആണോ എന്നത് നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സംശയം ഇപ്പോൾ നാട്ടുകാർ പറയുന്നു. ടിറ്റോ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ടിറ്റോ, ഈ അകത്ത് താങ്കൾ കയറി കാണുമ്പോൾ മറ്റെന്തൊക്കെ ദുരൂഹതകൾ തോന്നുന്നുണ്ട്? ദുരൂഹതകൾ തന്നെയാണ് തോന്നുന്നത്. കാര്യം കൊലപാതകമാണെന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാര്യം രണ്ടുപേരുടെയും തല തല്ലിപ്പൊട്ടിച്ച് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത വാരികത്തിലാണ് കിടക്കുന്നത്. ഈ വീടിന്റെ ഡോറിന്റെ വാതിക്കൽ ഒരു നമ്മുടെ അരകല്ലിന്റെ അമ്മി ഇരിപ്പുണ്ട്. ഈ ഡോറ് ഡോറ് തകർത്താണോ കയറിയിരിക്കുന്നത്? ഇല്ല. ഡോറാൽ ഒരു പോറൽ പോലും ഉണ്ടായില്ല. അപ്പം നമ്മുടെ സംശയം എന്ന് വെച്ചത് ചിലപ്പോൾ ഈ ഒച്ച കേട്ടോണ്ട് അദ്ദേഹം തന്നെ അകത്തുനിന്ന് ഡോറ് തുറന്നു കാണും. തുറന്നപ്പോൾ ആരോ അവര് കയറിയതായിരിക്കാം എന്നുള്ള ഒരു സംശയം. ടിറ്റോ, ഇവർ രണ്ടുപേരും മാത്രമാണോ, വിജയകുമാറും ഭാര്യ മീരയും മാത്രമാണോ ആ വീട്ടിൽ ദീർഘനാളായി താമസിച്ചത്? അതെ. ഇവർ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. മകള് അമേരിക്കയിലാണ്, ഡോക്ടറാണ്, കല്യാണം കഴിച്ച് അമേരിക്കയിലാണ്. മകൻ മരിച്ചു. ഇപ്പൊ മകന്റെ മരണകാരണം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്നത്. അത് ഈ പുള്ളി ആണ് അതിന് കാശ് മുടക്കി ഒരു പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിന് ഒരു ഏകദേശം സമാപനം ആകാൻ പോകുന്നതാണ്. അതെന്നായിരുന്നു? അത് കുറച്ച് നാളായൊരു ഒരു വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അതായത് മകന്റെ അത് കുറച്ചുകൂടി ലെവൽ ക്രോസിലാണ് ബോഡി കണ്ടത്. എവിടെ? കാരിത്താസിന്റെ അവിടെയുള്ള ലെവൽ ക്രോസിൽ. പുള്ളിയാണ് കാശ് മുടക്കി പ്രൈവറ്റായിട്ട് അന്വേഷണം നടത്തിയത്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടന്നില്ലേ? എന്തോ പോലീസ് അന്വേഷണം നടന്നില്ലേ? പോലീസ് അന്വേഷണം നടന്നു. പക്ഷെ പോലീസ് അന്വേഷണത്തിൽ ഇവർക്ക് വിശ്വാസമില്ലായിരുന്നു. അതായത് ഈ ബോഡി ഈ സ്ഥലത്ത് കണ്ടെത്തുകയായിരുന്നു. മറ്റ് എന്തെങ്കിലും അങ്ങനെ കൊലപാതകമാണെന്ന തരത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തലഭാഗം രണ്ടുപേരുടെയും ഇതില്ല. അപ്പം പിന്നെ കൊലപാതകമാണെന്നും അല്ലാതെ ചോദിക്കുന്നത് മകന്റെ വിജയകുമാറിന്റെ മകന്റെ കൊലപാതകമാണെന്ന് അവരുടെ വീട്ടുകാർ സംശയിക്കുന്നു. അപ്പോൾ ഇനി അതിനോട് അനുബന്ധിച്ചുള്ള സംഭവം പോലെ വേണം. അതിന്റെ ആണല്ലോ അവസാന ലാപ്പിലോട്ട് അന്വേഷണം കടക്കുകയാണ്. അതൊരു സാധാരണ മരണമായിരുന്നില്ല എന്നാണ് വിജയകുമാർ കരുതിയിരുന്നത്. വിജയകുമാറും അവരുടെ വീട്ടുകാരും കരുതിയിരുന്നത്. അപ്പം ഇപ്പം അവരുടെ വീട്ടുകാര് വിജയകുമാറിന്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ഏകദേശം അവസാന ലാപ്പിലോട്ട് വരികയാണ്. അപ്പം അതിന് ആയിട്ട് ബന്ധപ്പെട്ടതാണോ ഇല്ലെന്നോ. ഇപ്പം പോലീസ് ഏതായാലും
ഈ ഭാഗം ബന്ധവസിലാക്കിയിരിക്കുകയാണ്. പോലീസ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കും. ആരെ അകത്തോട്ട് കയറ്റിവിടുന്നില്ല. SP അദ്ദേഹം ഇപ്പോൾ എത്തിയെന്ന് പറയുന്നു. ഈ ബംഗാൾ സ്വദേശിയുമായി ബന്ധപ്പെട്ട സംഭവം എന്നാണ് ഉണ്ടായത്? അതിങ്ങനെ നാട്ടുകാർ പറയുന്നു. ഏതാണ്ട് ഒരു വാച്ച് മോശം നടന്നിട്ട് അവനെ പറഞ്ഞു വിടുന്നു. ഒരുപാട് നാളുകൾക്ക് മുമ്പാണോ? ഒരു 3-4 മാസമായി. അപ്പം അവൻ അത് കഴിഞ്ഞൊരു ദിവസം പകൽ വന്ന് ഗേറ്റ് ചാടി കിടക്കാൻ ശ്രമിച്ചു. പോലീസ് വന്ന് എന്നൊക്കെ പറയുന്നു. അത് നാട്ടുകാർ പറയുന്ന അറിവുള്ളൂ. അതിന്റെ സ്ഥിരീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഈ വീട്ടിലേക്ക് എങ്ങനെ പെട്ടെന്ന് കടന്ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? ഈ റിമോട്ട് കൺട്രോൾ ഉള്ള ഗേറ്റ് ഒക്കെയാണ്. പെട്ടെന്ന് കടക്കാൻ പറ്റത്തില്ല. ചാടി കയറണം. മതിലും നല്ല പൊക്കമുള്ള സമീപത്തും ഓപ്പോസിറ്റും ഒക്കെ വീടുകളും കടകളൊക്കെ ഉണ്ടോ? ഉണ്ട്. വീടുകളൊക്കെ സമീപത്ത് ഇഷ്ടംപോലുണ്ട്. ഒരു ഒച്ച കേട്ടാലൊക്കെ ആളുകൾ വരുന്ന ഒരു സാഹചര്യമാണ്. രാത്രിയാണെങ്കിൽ ഒച്ച കേട്ടാൽ ആളുകൾ വരാനുള്ള ഒരു ഇവിടുത്തെ വീട്ടുകാരൊക്കെ ഏകദേശത്തോടുകൂടി വീട്ടിനകത്ത് കയറുന്ന കൂട്ടത്തിലാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ടിറ്റോ, താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവച്ചത്. ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ എല്ലാം നമുക്ക് ഈ നാട്ടുകാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവിടെയുള്ള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക ഒരു വെർഷൻ വന്നിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ അനുമാനങ്ങളിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. പക്ഷേ കണ്ട കാഴ്ചകൾ അത് വിവരിക്കുകയായിരുന്നു അവിടുത്തെ മുൻ കൗൺസിലർ. അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം മുഖം വികൃതമാക്കിയ ഒരു അവസ്ഥയിലാണ്. ഒരാളുടെ ഗൃഹനാഥന്റെ മൃതദേഹം കാണുന്നത് ആദ്യ മുറിയിലാണ്, ബെഡ്റൂമിലാണ് ഭാര്യയുടെ മൃതദേഹം. ഏകദേശം 70 വയസ്സ് വരും എന്ന ഒരു അനുമാനക്കണക്കിലേക്ക് അദ്ദേഹവും പോകുന്നുണ്ട്. എന്തായാലും പോലീസ് വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. CCTV എന്തായാലും എല്ലാ റോഡുകളിലും അല്ലെങ്കിൽ പരിസരത്തുള്ള കടകളിലൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കും. പിന്നീട് ഈ കൗൺസിലർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ദമ്പതികളുടെ ഒരു മകൻ 1 വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു. അത് കൊലപാതകമെന്ന് ഇദ്ദേഹം സംശയിച്ചു. ഇദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി വെച്ചത് അന്വേഷണം നടത്തി എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ പല അനുമാനങ്ങളും ദുരൂഹതകളും ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു.